മലയാള സിനിമയുടെ എവർഗ്രീൻ ഹീറോയാണ് കുഞ്ചാക്കോ ബോബൻ. അന്നും ഇന്നും മലയാള സിനിമയുടെ റൊമാൻറ്റിക് ഹീറോ. വർഷങ്ങൾക്ക് മുമ്പ് അനിയത്തിപ്രാവിൽ ബൈക്കോടിച്ച് പാട്ടും പാടി വന്ന ആ പയ്യനെ മലയാളികൾ ഇന്നും അതുപോലെ ഓർക്കുന്നുണ്ട്. കാലങ്ങൾക്കിപ്പുറം ഇത്തം വന്നൊരു നടനാണ് കുഞ്ചാക്കോ ബോബൻ. ഓരോ സിനിമ കഴിയും തോറും തന്നിലെ നടനെ അദ്ദേഹം തേച്ചുമിനുക്കി കൂടുതൽ തിളക്കം നൽകുന്നു. സിനിമയേക്കാൾ റൊമാൻറ്റിക്കാണ് കുഞ്ചാക്കോ ബോബൻ ജീവിതത്തിൽ. കുഞ്ചാക്കോ ബോബൻ്റെയും ഭാര്യ പ്രിയയുടെയും പ്രണയകഥ സിനിമയെ വെല്ലുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാണാൻ വന്നൊരു ആരാധികയുമായി കുഞ്ചാക്കോ ബോബൻ പ്രണയത്തിലാവുകയായിരുന്നു. കുഞ്ചാക്കോ ബോബൻ്റെയും പ്രിയയുടെയും പ്രണയകഥ വായിക്കാം. മലയാള സിനിമയെ റൊമാൻറ്റിക് ഹീറോ ആയതിനാൽ ഒരുപാട് പെൺകുട്ടികളുടെ ആരാധനാ പാത്രമായിരുന്നു കുഞ്ചാക്കോ ബോബൻ അന്ന്. അങ്ങനെ ഒരിക്കൽ കുഞ്ചാക്കോ ബോബൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ എത്തിയതായിരുന്നു പ്രിയയും കൂട്ടുകാരും. എന്നാൽ പ്രിയയെ കണ്ട മാത്രം തന്നെ ചാക്കോച്ചനുള്ളിൽ പ്രണയം മുട്ടിട്ടു. വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ വിവാഹ വാർഷികത്തിൽ ആ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് കുഞ്ചാക്കോ ബോബൻ എഴുതിയിരുന്നു. നമ്മുടെ കണ്ണുകൾ കൂട്ടിമുട്ടിയ ആ സമയം ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ പരസ്പരം നോക്കിയത് ഇന്നലെ എന്നതുപോലെ തന്നെ ഓർക്കുന്നു. കണ്ണിലൂടെ അത്രയൊക്കെ വികാരങ്ങൾ കൈമാറാൻ സാധിക്കുമെന്ന് അതുവരെ എനിക്കറിയില്ലായിരുന്നു. നാളെ ഒന്നൊന്നില്ലാതെ പുഞ്ചിരിച്ചു. ഒരു പൂമ്പാറ്റയെപ്പോലെ മനസ്സ് പാറിപ്പറന്ന് നടന്നു എന്നാണ് ചാക്കോച്ചൻ പറഞ്ഞത്. മൊബൈലുകളുടെയും സോഷ്യൽ മീഡിയയുടെയും കാലത്തല്ല ചാക്കോച്ചനും പ്രിയയും പ്രണയിക്കുന്നത്. അതിനാൽ ഇരുവരും പരസ്പരം മനസ്സ് കൈമാറിയത് പ്രണയലേഖനങ്ങളിലൂടെയായിരുന്നു. 2021 വാലന്റൈൻസ് ഡേയിൽ താൻ പ്രിയയ്ക്കെഴുതിയ കത്തുകളെക്കുറിച്ച് ചാക്കോച്ചൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. 1999 വർഷം. അന്നു മുതൽ ഇന്നും എന്നും ഈ പെണ്ണാണ് എൻ്റെ വാലന്റൈൻ. ആ സമയത്ത് എനിക്ക് കിട്ടിയ പ്രണയലേഖനങ്ങളെക്കുറിച്ച് ഒരുപാട് പേർ ചോദിക്കാറുണ്ട്. ഇതാ പ്രിയ കുഞ്ചാക്കോ, പ്രിയ ആൻഡ് സാമുവൽ ആയിരുന്ന കാലത്ത് ഞാൻ എഴുതിയ കുറച്ച് പ്രണയലേഖനങ്ങളെന്നാണ് കത്തുകളുടെ ചിത്രം പങ്കിട്ട് കുഞ്ചാക്കോ ബോബൻ കുറിച്ചത്. 5 വർഷക്കാലത്തെ പ്രണയത്തിന് ശേഷം 2005 കുഞ്ചാക്കോ ബോബനും പ്രിയയും വിവാഹിതരാകുന്നത്. വിവാഹശേഷം ഇരുവരും ഒരു കുഞ്ഞിനായി കാത്തിരുന്നത് നീണ്ട 14 വർഷങ്ങളാണ്. ഇക്കാലം അത്രയും കുടുംബക്കാരുടെയും അറിയുന്നവരുടെയും ഒരുപാട് ചോദ്യങ്ങൾ ഇരുവർക്കും നേരിടേണ്ടി വന്നു. ഒരിക്കൽ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആ കാലത്തെക്കുറിച്ച് പ്രിയ സംസാരിക്കുന്നുണ്ട്. പോസിറ്റീവ് എനർജി തന്ന ചാക്കോച്ചൻ എപ്പോഴും ഒപ്പമുണ്ടായിരുന്നു. എങ്കിലും കരഞ്ഞുപോയ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചില പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിനെ എത്ര ശാന്തമാക്കി വെക്കാൻ ശ്രമിച്ചാലും ചെറിയൊരു സങ്കടച്ചില്ല് മുറിവേൽപ്പിച്ചു തുടങ്ങും. തിരിച്ചിറങ്ങുമ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വലിയ കൂളിംഗ് ഗ്ലാസ് വയ്ക്കും. പോയതിനേക്കാൾ ജാടയ്ക്കാണല്ലോ തിരിച്ചു വരുന്നതെന്ന് പലരും ഓർത്തിട്ടുണ്ടാകും. എന്നാലും കരയുന്നത് മറ്റുള്ളവർ കാണില്ലല്ലോ എന്നാണ് പ്രിയ പറഞ്ഞത്. പലപ്പോഴും പ്രായമായവർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിന്നും മാറി നിൽക്കുമായിരുന്നു. ചോദ്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നമ്മളെ എത്രമേൽ മുറിവേൽപ്പിക്കുമെന്ന് അവർ ചിന്തിക്കാറില്ല. മലയാളികളിൽ ചിലരുടെ പൊതു സ്വഭാവമാണിത്. മോളെ കുഞ്ഞുങ്ങളില്ലേ, ഇത്രയും പ്രായമായ സ്ഥിതിക്കിനി ഒരു കുഞ്ഞുണ്ടാകാൻ പ്രയാസമായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചവരുണ്ടെന്നാണ് പ്രിയ പറഞ്ഞത്. അത്തരം ഭയത്തിൻ്റെ വിത്തുകൾ മനസ്സിൽ വീഴുമ്പോൾ ചാക്കോച്ചൻ തന്ന എല്ലാ പോസിറ്റീവ് ചിന്തകളും ഉണങ്ങി